നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നോർവേയോട് 1-2 ഗോളുകൾക്ക് തോറ്റാണ് ബ്രസീൽ പുറത്തു പോയിരിക്കുന്നത്. 1990 ശേഷം ഇതാദ്യമായാണ് ബ്രസീൽ പ്രീ ക്വാർട്ടർ ഫൈനലിൽ പുറത്താകുന്നത്. അതായത് 36 വർഷത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ടാണ് പ്രീ ക്വാർട്ടർ ഫൈനലിൽ പുറത്താകുന്നത് ബ്രസീൽ. അതിനുശേഷമുള്ള 94 അവർ ചാമ്പ്യന്മാരായി, 98 ഫൈനൽ വരെ എത്തി, ഫ്രാൻസിനോട് ഫൈനലിൽ തോറ്റു, 2002 വീണ്ടും ചാമ്പ്യന്മാരായി, 2006 തൊട്ടിങ്ങോട്ട് ക്വാർട്ടർ ഫൈനൽ വരെയെങ്കിലും എത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് ക്വാർട്ടർ ഫൈനലിൽ എത്താൻ പറ്റിയില്ല. പ്രീ ക്വാർട്ടർ ഫൈനലിൽ അവരുടെ യാത്ര അവസാനിക്കുകയാണ്. അതൊരു 36 വർഷത്തിനിടയ്ക്ക് ഏറ്റവും മോശം പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. നോർവേക്ക് മുന്നിൽ അവർ എല്ലാ അർത്ഥത്തിലും കീഴടങ്ങി. നോർവേയുടെ ശാരീരികക്ഷമതയെയും അവരുടെ പ്ലേയേഴ്സിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെയും അവരുടെ വേഗതയൊന്നും മറികടക്കാൻ ബ്രസീലിന് കഴിഞ്ഞില്ല. ബ്രസീൽ എന്തായാലും 36 വർഷത്തിനിടയ്ക്ക് ഇതാദ്യമായി പ്രീ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായിരിക്കുന്നു. അതേസമയം നോർവേ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. എന്തായാലും ഈ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ വൈരുദ്ധ്യമുള്ള ഒരു റെക്കോർഡ് തീരെ മോശവും ഒരു റെക്കോർഡ് അവരുടെ ചരിത്രവുമായി മാറുന്നു. അതായത് നോർവേ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി. ഒപ്പം ബ്രസീൽ 90 ശേഷം 36ാമത്തെ വർഷം പ്രീ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായിരിക്കുന്നു. നിരാശാജനകമായ, എല്ലാം കൊണ്ടും നിരാശാജനകമായ ഒരു റിസൾട്ടാണ്, ഒരു ഫലമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്താകൽ.